വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈസി ആയിട്ടൊരു ഫ്രൈഡ് റൈസ് ആട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അന്നേരം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അരി ഞാനിപ്പോൾ 2 കപ്പ് അരി എടുത്തേപ്പോണ്ടേ. ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് ഊറ്റി വെച്ചിരിക്കുക കേട്ടോ. ഇപ്പോൾ 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം നമ്മൾ വെക്കണം. അന്നേരം ആദ്യം നമുക്ക് ഇതുപോലെ പാൻ വെച്ചിട്ട് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചാലും മതിയേ. ഒരു 2-3 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പച്ചക്കറി എല്ലാം കൂടെ അരിഞ്ഞ് വെച്ചേക്ക് ഇട്ട് കൊടുക്കാവേ. ഞാനിപ്പം 1 ക്യാരറ്റ്, 1 സവാള, കുറച്ച് കറിവേപ്പില എല്ലാം കൂടെ അരിഞ്ഞ് വെച്ചേക്കുവാണ്. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും അരിഞ്ഞിട്ട് അതുകൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. 1 തക്കാളി ഉണ്ട് കേട്ടോ. അപ്പോൾ ക്യാരറ്റ്, സവാള, തക്കാളി ഇത്രയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. ഏലക്ക, പട്ട, ഗ്രാമ്പൂ ഇത് കുറച്ച് പേര് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് വെള്ളം ഒഴിക്കേണ്ട സമയമായിട്ടുണ്ട്. 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിൻ്റെ ഇരട്ടി വെള്ളം, അതായത് 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണേ. നേരത്തെ നമ്മൾ പച്ചക്കറിക്ക് കുറച്ച് ഉപ്പിട്ടതാണ്, അപ്പോൾ അത് നോക്കിയിട്ട് ഇനി വേണ്ടി വരും ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ വെച്ച വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതിനകത്തോട്ട് നമുക്കിനി അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തു, നന്നായിട്ട് എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇതിനകത്തോട്ട് കുറച്ച് നാരങ്ങയുടെ നീരും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ അരിയൊക്കെ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നു. നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം. വെള്ളം ഇങ്ങനെ വറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. വെള്ളം നന്നായിട്ട് വറ്റി വരുമ്പോഴത്തേക്ക് നമ്മുടെ അരി വെന്ത് കിട്ടും നന്നായിട്ട്. വെന്തിട്ടില്ല, വേവാനുണ്ട് ഇനിയും. നമുക്ക് ഈ സമയത്ത് കുറച്ച് മല്ലിയിലയും പുതിനയിലയൊക്കെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. എസൻസ് ഒന്നും ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഇനി ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നെയ്ക്കകത്ത് വഴിച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ രുചികരമായ ഫ്രൈഡ് റൈസ് ഒരു 20 മിനിറ്റിനുള്ളിൽ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് പപ്പടവും പരിപ്പും കൂടെ ഉണ്ടെങ്കിൽ സംഭവം സെറ്റ്. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.